LED ലൈറ്റുകളും മുഖസൗന്ദര്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ തെളിയിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രചാരത്തിലുള്ള LED ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് മാസ്കുകൾ നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ല. ഈ നൂതന ചികിത്സാ രീതി മുഖത്തുണ്ടാകുന്ന ചെറിയ ചുളിവുകളും ചെറിയ പാടുകളും അതുപോലെ സൂര്യപ്രകാശം ഏറ്റതുകൊണ്ടുള്ള കരിവാളിപ്പ് മായ്ക്കുന്നതിനും മുഖക്കുരു, വരണ്ട ചർമ്മം, എക്സിമ, സോറിയാസ് എന്നീ ചർമ്മരോഗങ്ങൾക്കുമുള്ള അത്യുത്തമമായ പ്രതിവിധിയാണ്. ഇനി ഈ ചികിത്സാ രീതി വളരെ ചിലവ് കുറഞ്ഞതും വേണമെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന അത്ര ലളിതവുമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഇനി ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് ശാസ്ത്രലോകത്തെ വിദഗ്ധരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഈ LED മാസ്ക് ചികിത്സ എന്ന് ലളിതമായി പറയാം. ഈ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് വ്യത്യസ്ത നിറങ്ങളിലുള്ള LEDകളാണ്. ചുവപ്പ്, നീല, പച്ച, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള LEDകളാണ് ഈ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. നിറങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത അളവുകളിലുള്ള പ്രകാശരശ്മികളാണ് മാസ്കുകളിൽ ഉപയോഗിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത നിറങ്ങളിലുള്ള LEDകളാണ്. ചുവപ്പ് LEDകൾ ഉപയോഗിക്കുന്നത് മുഖക്കുരു നിയന്ത്രിക്കുന്നതിനും മുഖചർമ്മത്തിലെ കൊളാജൻ ഉൽപാദനം കൂട്ടുന്നതിനുമാണ്. ഇതുവഴി ചർമ്മത്തിന്റെ ചുളിവുകൾ മാറുകയും യുവത്വമുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുകയും ചെയ്യുന്നു. നീല LEDകൾ ഉപയോഗിക്കുന്നത് മുഖത്തെ കറുത്ത പാടുകൾ മാറ്റുന്നതിനും ചർമ്മത്തിലെ അമിതമായ എണ്ണമയം നിയന്ത്രിക്കുന്നതിനുമാണ്. ഇനി പച്ച LEDകൾ ഉപയോഗിക്കുന്നത് മുഖചർമ്മത്തിന്റെ നിറം എല്ലായിടത്തും ഒരുപോലെയാക്കുന്നതിനും മഞ്ഞ LEDകളാണെങ്കിൽ മുഖത്തെ ചർമ്മത്തിലെ രക്തയോട്ടം ത്വരിതപ്പെടുത്തുകയും അതുവഴി സൂര്യപ്രകാശമേറ്റുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റുന്നതിനും മുഖചർമ്മം കൂടുതൽ തിളക്കമുള്ളതുമാക്കി മാറ്റുന്നു. ഇനി ഈ ചികിത്സാ രീതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായം കേൾക്കാം. ലോകപ്രശസ്തനായ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജോനാഥൻ കെൻഡ്ലി പറയുന്നത്, വീട്ടിൽ വെച്ച് ഉപയോഗിക്കാവുന്ന മാസ്കുകളെ അപേക്ഷിച്ച് ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന മാസ്കുകൾക്കാണ് കൂടുതൽ ഗുണപ്രാപ്തി എന്നാണ്. മുഖക്കുരു, എക്സിമ, സൂര്യാഘാതം, സോറിയാസിസ് എന്നീ രോഗങ്ങൾക്കുള്ള ചികിത്സകൾക്കാണ് കൂടുതലായും ഇത്തരത്തിലുള്ള മാസ്കുകൾ ക്ലിനിക്കുകളിൽ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ചികിത്സാ രീതി വളരെ ഫലപ്രദമാണ്. LED ബൾബുകളിൽ നിന്നുള്ള പ്രകാശം ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങുകയും കോശങ്ങളിൽ നേരിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ തൊലിപ്പുറത്തുള്ള ചികിത്സകളേക്കാൾ വളരെ ഫലപ്രാപ്തിയുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സാ രീതിക്ക്. എന്നാൽ വീട്ടിലിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന LED മാസ്കുകൾ താരതമ്യേന ശക്തി കുറഞ്ഞ തരം പ്രകാശരശ്മികളാണ് പുറപ്പെടുവിക്കുന്നതെന്നും വിദഗ്ധരുടെ സഹായമില്ലാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇത്തരം മാസ്കുകൾ ഏകദേശം 4000 മുതൽ 15,000 രൂപയ്ക്ക് വിപണികളിൽ ലഭ്യവുമാണ്. LED ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ക്ലിനിക്കുകളിൽ പണ്ടുമുതലേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രചാരം വർദ്ധിച്ചിട്ട് വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇത്തരം ഫേസ് മാസ്കുകളുടെ കാര്യമെടുത്താൽ തന്നെ ഇവ വിപണിയിൽ ലഭ്യമായും തുടങ്ങിയിട്ട് വെറും 5 വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. 2032 ആകുമ്പോഴേക്കും ലോക LED വിപണി ഏകദേശം 6700 കോടിയോളം രൂപയുടേതാകും. ഇനി മറ്റൊരു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ജസ്റ്റിൻ ക്ലൂക്ക് പറയുന്നത് കൂടി കേൾക്കുക. വീട്ടിലെ ഉപയോഗത്തിനായി വാങ്ങുന്ന LED ഫേസ് മാസ്കുകൾ വളരെ ലളിതവും സുരക്ഷിതവുമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിലും വ്യത്യസ്ത നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുന്ന ഉപകരണങ്ങൾക്ക് വ്യത്യസ്ത ഫലപ്രാപ്തിയാണ് ഉണ്ടാകുക എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി അവസാനമായി ഇത്തരത്തിലുള്ള LED മാസ്കുകൾക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിലവിൽ ഗൗരവമുള്ള പാർശ്വഫലങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുവരുന്നു.